ഹായ്. ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് ആമസോണിൽ ഉള്ളിൽ തന്നെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനാണ്. രണ്ടാമത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ. സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്കിലൊക്കെയാണ് നല്ലത്. അതിൽ വീഡിയോ അഡ്വർടൈസ്മെൻറ്റ് മാക്സിമം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വീഡിയോയിൽ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എടുത്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡൊക്കെ മതിയാവും. അപ്പോൾ മാക്സിമം വീഡിയോ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ട്രാഫിക് അഡ്വർടൈസ്മെൻറ്റോ ആണ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ താഴെ തന്നെ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. ആമസോൺ ആണെങ്കിൽ നേരെ സെർച്ച് ആടാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റ് ട്രാക്കിംഗ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് സെയിം പ്രൊഡക്റ്റ് ആരെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം റിവ്യൂസും നല്ല സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുമല്ലോ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ASINൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും താഴെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാൻ കഴിയും, ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ കഴിയും. അത് ബിഡിങ്ങിനനുസരിച്ചാണ്, എത്രയാണോ സ്പെൻഡ് ചെയ്തുന്നത് അതിനനുസരിച്ചാണ് ആമസോൺ ഡിസ്പ്ലേ കാണിക്കുക. അപ്പം എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച്. അപ്പം എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെന്നും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. ബൈ.